കോഴിക്കോട് വടകരയിൽ പോലീസ് വാഹനത്തിന് തീവച്ചു. ഈ വാർത്ത നേരത്തെ ഞാൻ പറഞ്ഞതാണ്. വടകര ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനമാണ് കത്തിനയിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. എന്താണ് ഉണ്ടായത്? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ പോലീസ് വാഹനത്തിന് തീവയ്ക്കുന്നത്. ഇത് വടകര ഡിവൈഎസ്പിയുടെ ഔദ്യോഗിക വാഹനമാണ്. ഈ പോലീസ് വാഹനത്തിന് തീവയ്ക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഈ വാഹനം നിർത്തിയിട്ടതിന് സമീപത്ത് തന്നെയുള്ള ഒരു കടയ്ക്കും തീവച്ചിട്ടുണ്ട്. അത് ഈ പ്രദേശത്തെ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ കടയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം ഒരാളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇയാളൊരു മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ലീഗ് നേതാവിന്റെ കടയ്ക്ക് തീവച്ചതിന് ശേഷമാണ് ഈ പോലീസ് വാഹനത്തിനും തീവച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ രണ്ടും ഒരാളാണ്. അതായത് ഈ കടയ്ക്ക് തീവച്ച ആളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇയാൾ തന്നെയാണ് പോലീസ് വാഹനത്തിനും തീവച്ചത് എന്നുള്ള ഒരു അനുമാനത്തിലാണ് പോലീസ് നിലവിലുള്ളത്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ പോലീസ് വാഹനം ഏതായാലും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുമുണ്ട്. ഓക്കെ, താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങളുമായി ചേർന്നത്.